മാത്ര ഈ. എല്ലാരും ഇവിടെ നോക്കിയിരുന്നേ. എല്ലാരും സ്ക്രീനിൽ നോക്കിയിരിക്കുക. ബുക്കൊക്കെ അവിടെ വെച്ചോളൂ, ഇപ്പൊ എടുക്കണ്ട കേട്ടോ. മാത്ര ഈ. എങ്ങനെയാ എഴുതുന്നതെന്ന് അറിയാലോ? മാത്ര ഈ. മാത്ര ഈ. ഇതാണ് ഈയുടെ ചിഹ്നം. ഓക്കെ, കീ എങ്ങനെ എഴുതും? കീ പി. ഓക്കെ, സോ ഈയുടെ ചിഹ്നം നിങ്ങളൊക്കെ ബുക്കിൽ എഴുതി പഠിക്കുന്നുണ്ടോ? ബുക്കിൽ എഴുതി പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ഒക്കെ എഴുതുന്നുണ്ടോ? യെസ് ഓർ നോ? നോക്കട്ടെ, എത്ര പേര് എഴുതിയിട്ടുണ്ട്? ഒരാളുടെ ബുക്ക് മാത്രമേ എനിക്ക് കാണുന്നുള്ളൂ. ഓക്കെ. ഹെസ, ഫാത്തിമ, ഫൈഹറാന, അസ്മിൽ. ഓക്കെ, ഫൈൻ. ബാക്കിയുള്ളവരൊക്കെ മറന്നുപോയാ? കുറെ പേര് എടുക്കുന്നുണ്ട്. ഓക്കെ. ശിവദത്ത്, ധ്രുപദ്, സൽമാൻ, നവമി, സൈറ അമീൻ, ഹയാൻ ഫൈസൽ, ഫൈഹ റഹ്മാൻ, മെഹഫിൽ. ഓക്കെ, വെരി ഗുഡ്. ബാക്കിയുള്ളവർ എന്ത് പറ്റി? ഫാറൂഖ്, യെസ്. ബാക്കിയുള്ളവർക്ക് എന്താണ് പറ്റിയത്? എന്താ എഴുതാഞ്ഞേ? ശ്രേയസ് അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. എന്താണ്? ശ്രേയസ് എഴുതിയോ? എഴുതിയിട്ടില്ല. മാത്സിന്റെ ഹോംവർക്ക് കുറെ കിട്ടിയോ? ആരാണ് ഇത്രയും ഹോംവർക്ക് തന്നത്? ആരാണ് ഇത്രയും ഹോംവർക്ക് തന്നത്? നമുക്ക് അവരെ പിടിക്കാം അല്ലേ? ശ്രേയസിന്റെ കുറ്റമല്ല, മാത്സിന് ഹോംവർക്ക് തന്ന ഞാൻ ടീച്ചറിനെ ഒന്ന് പിടിക്കട്ടെ കേട്ടോ. ഇത് ഹിന്ദി കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരാഴ്ചയായില്ലേ? ഒരാഴ്ചയായിട്ട് മാത്സിന്റെ ഹോംവർക്ക് മാത്രമേ ചെയ്യുന്നുണ്ടായിരുന്നുള്ളോ? മാത്സിന്റെ ഹോംവർക്ക് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടോ? ഉറക്കമൊക്കെ ഉണ്ടോ? ചെയ്യുന്നില്ലേ? കളിക്കുന്നില്ലേ? കളിക്കുന്നുണ്ടോ ശ്രേയസ്? കളിക്കുന്നുണ്ട്, ടി വി കാണുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഹിന്ദിയുടെ എഴുതാൻ വേണ്ടി മാത്രം സമയം കിട്ടുന്നില്ല അല്ലേ? അപ്പൊ ഞാൻ ടീച്ചർ മാത്സിന്റെ ഹോംവർക്ക് ആദ്യം പിടിച്ചിട്ട് വരാം കേട്ടോ, എന്നിട്ട് പിന്നെ ബാക്കി സംസാരിക്കാം അല്ലെ ശ്രേയസ്? അടുത്ത ക്ലാസ്സിൽ വരുമ്പോ എഴുതാത്തവര് കുറെ പേരുണ്ട് കാണിക്കാത്ത. നിങ്ങൾ എഴുതി പഠിച്ചില്ലേ? നിങ്ങൾക്ക് മാത്രകളും അക്ഷരങ്ങൾ തന്നെ നിങ്ങൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പൊ അതിന്റെ കൂടെ എഴുതി കൂടെ പഠിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെ ശരിയാവുക? ഇപ്പൊ മാത്രം നമ്മളിപ്പോ 2 മാത്രകൾ കഴിഞ്ഞു, 3 മാത്രകൾ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞു അല്ലെ? 4ാമത്തെ മാത്രമാണ് ഇപ്പൊ പഠിക്കുന്നത്. എല്ലാരും നോട്ട്ബുക്കിൽ എഴുതി പഠിക്കുക. ടീച്ചർ പറഞ്ഞു ഏതെങ്കിലും ഒരു അക്ഷരം സെലക്ട് ചെയ്യുക. വ്യഞ്ജനാക്ഷരോ വ്യഞ്ജനാക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരം സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിനെ ഓരോരോ മാത്രകൾ പഠിക്കുമ്പോൾ ആ അക്ഷരത്തിന്റെ കൂടെ മാത്ര ചേർത്ത് എഴുതി പഠിക്കുക. കേട്ടല്ലോ? എഴുതാത്തവർ എഴുതുക കേട്ടോ? യെസ്. സോ മാത്ര ഈ. तितली की कहानी. तितली तितली तितली, हरी नीली पीली तितली, डाल डाल पर उड़ती तितली, कली कली पर जाती तितली. തിത്ലി എന്ന് പറഞ്ഞാൽ എന്താ ടീച്ചർ പറഞ്ഞേ? ബട്ടർഫ്ലൈ. അറിയാൻ പാടില്ലാത്തവർ അവിടെ എഴുതുക കേട്ടോ. ബട്ടർഫ്ലൈ. കഹാനി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോറി, കഥ എന്നാണ് അർത്ഥം. സോ തിത്ലി കി കഹാനി, തിത്ലിയുടെ ബട്ടർഫ്ലൈയുടെ സ്റ്റോറിയാണ്. എന്താണ് ബട്ടർഫ്ലൈയുടെ സ്റ്റോറി? തിത്ലി തിത്ലി തിത്ലി, ഹരി നീലി പീലി തിത്ലി,
ബട്ടർഫ്ലൈസിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? പല കളറിലുള്ള ബട്ടർഫ്ലൈസിനെ നമുക്ക് കാണാം. ഏതൊക്കെ കളറാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഹരി, ഹര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗ്രീൻ. ഗ്രീൻ. നീലി, നീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബ്ലൂ. പീല, പീലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെല്ലോ. സോ ഗ്രീൻ, യെല്ലോ, ബ്ലൂ കളറിലുള്ള തിത്തിലികൾ അല്ലെ? ഹരി, നീലി, പീലി, തിത്തിലി. എവിടെയാണ് തിത്തിലി കാണുന്നത്? ഡാല് ഡാല് പർ ഉടുത്തി തിത്തിലി. ഡാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഞ്ചസ്, ശിഖരം എന്നാണ് അർത്ഥം ചെടിയുടെ. നിങ്ങൾ കണ്ടിട്ടില്ലേ? ചെടിയിലല്ലേ ഇങ്ങനെ, ചെടി കൂടി ഇങ്ങനെ പറന്ന് നടക്കുകയാണ് നമ്മുടെ ബട്ടർഫ്ലൈ അല്ലെ? എന്തിനാണ്? തേൻ കുടിക്കാൻ വേണ്ടിയിട്ട്. സോ ഡാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഞ്ചസ്. ഡാല് ഡാല് പർ ഉടുത്തി തിത്ലി. ഉടുന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പറക്കുക, ഫ്ലൈ, പറക്കുക. डाल डाल पर उड़ती तितली, കലി കലി പർ ജാതി തിത്ലി. കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബഡ്സ്, പൂമൊട്ട്. കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്സിനെയാണ്, പൂമൊട്ടില്. അപ്പൊ നമ്മുടെ ബട്ടർഫ്ലൈ എവിടെയാണ്? ചെടികളുടെ ശിഖരങ്ങളിൽ കൂടെ പറന്നിട്ട് എവിടെയാണ് ചെല്ലുന്നത്? ബഡ്സില്, പൂമൊട്ടിലാണ് ചെല്ലുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പൂമൊട്ടിൽ എന്തിനാണ് പോകുന്നത്? തേൻ നുകരാൻ വേണ്ടിയിട്ട് അല്ലെ? ബട്ടർഫ്ലൈസിന്റെ പ്രധാന ഭക്ഷണമാണ് പൂക്കളിലുള്ള ഹണി. ഓക്കെ. സോ തിത്ലി തിത്ലി തിത്ലി, ഹരി നീലി പീലി തിത്ലി, ഡാല് ഡാല് പർ ഉടുത്തി തിത്ലി, കലി കലി പർ ജാതി തിത്ലി. കിട്ടിയോ എല്ലാവർക്കും? വായിക്കാൻ കിട്ടിയോ? ശിവദത്ത് അൺമ്യൂട്ട് ചെയ്തേ. ശിവദത്ത് ഒന്ന് ടീച്ചർക്ക് വായിച്ചു തന്നേ. അൺമ്യൂട്ട് ചെയ്യൂ. വായിച്ചോളൂ, റീഡ് ചെയ്യൂ. ശിവദത്ത് എവിടെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നോ? വായിച്ചേ. തിത്തലി 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 തിത്തലി. അടുത്തത് ഡാല് ഡാർ പർ. അതിന്റെ ഇടയ്ക്ക് ഒരു വരി ഉണ്ടല്ലോ, അതിന്റെ ഇടയ്ക്ക് ഒരു സെന്റൻസ് ഇല്ലേ? ഹരി ഹരി തിത്തലി. ഹരി, ഹരി ഏത് കളറാണ് കൊടുത്തിരിക്കുന്നത്? ഹരി, വായിച്ചേ. ഹരി, ഹരി തിത്തലി. അതിന്റെ ഇടയ്ക്ക് രണ്ട് വാക്കുകളുണ്ടല്ലോ, അതോടെ പോയി. ഹരി ഹരി നീലി. ഹരി നീലി തിത്തലി. നീലി തിത്ലി. നീലി തിത്തലി. അടുത്തത് ഡാല് ഡാല് പർ. ഡാല് ഡാല് പർ പീലി ഉടുത്തി തിത്തലി. കലി കലി പർ ജാതി തിത്ലി. കലി 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 പർ ജാതി തിത്ലി. കലി കലി പർ ചാലി തിത്തലി. ഇതൊക്കെ ടീച്ചർ പഠിപ്പിക്കുമ്പോ എവിടെ ശ്രദ്ധിച്ചോണ്ടിരുന്നേ? അർത്ഥമൊക്കെ എഴുതിയെടുത്തോ? എന്താണ് കലിയുടെ അർത്ഥം? എന്താ എഴുതിയേ? കലിയുടെ അർത്ഥം എന്താ എഴുതിയേ? കലിയുടെ അർത്ഥം എന്താണ് എഴുതിയെന്നാണ് ടീച്ചർ ചോദിച്ചത്. ശിവദത്തിന്റെ അമ്മയിന്ന് അടുത്തില്ലേ? ശിവദത്ത് ഒറ്റയ്ക്കാണോ ക്ലാസ്സിൽ?
ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല, ഞാൻ ഇവിടെ നിന്ന് കണ്ടു, അതിനാണ് ഞാൻ വിളിച്ചത്. മോന്റെ പേര് അർത്ഥങ്ങളൊന്നും എഴുതിയെടുത്തിട്ടില്ല, ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ ശ്രദ്ധിച്ച് ഇവിടെ ഇരിക്കണം, കേട്ടല്ലോ. അർത്ഥം ഇനി ഞാൻ ഗ്രൂപ്പിൽ ഇടുമ്പോ അത് നോക്കി എഴുതിയെടുക്കുക, കേട്ടോ മോനെ? ഫൈഹ റഹ്മാൻ മോനൊന്ന് റീഡ് ചെയ്തേ. ഫൈഹ റഹ്മാൻ. തിത്തലി തിത്തലി തിത്തലി, ഹരി നീലി, पीली तितली, डाल डाल पर उड़ती तितली, कली कली पर जाती तितली. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. എല്ലാവർക്കും കിട്ടിയോ? തിത്ലി കി കഹാനി. തിത്ലി തിത്ലി തിത്ലി, ഹരി നീലി പീലി തിത്ലി, डाल डाल पर उड़ती तितली, कली कली पर जाती तितली. ഇപ്പൊ നമ്മൾ ഏത് മാത്രമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ മാത്ര അല്ലെ? ഈ മാത്ര ചേർത്ത വാക്കുകൾ കണ്ടോ? തിത്ലി, നീലി, ഹരി, പീലി, കണ്ടോ? പിന്നെ ഉടുത്തി, കലി, ജാതി, എല്ലാം എവിടെ ഏത് മാത്രമാണ് വരുന്നത്? ഈ മാത്രയാണ് വരുന്നത്. ഓക്കെ, അടുത്ത വേർഡ്സ് നോക്കിക്കേ. ഈക്ക് മാത്രം ചേർത്തുള്ള വേർഡ്സ് നോക്കിക്കേ, എന്തൊക്കെയാണ്? ഫസ്റ്റ് വേർഡ് ഈസ് ഖീര. ഖീര, ഖീര എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂക്കംബർ. ഓക്കെ, വെള്ളരി എന്ന് പറയില്ലേ, സാലഡ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ദെൻ പപ്പീത്ത. പപ്പീത്ത നമ്മളുടെ എന്താണ്? കപ്പളങ്ങ, ഓമയ്ക്ക എന്നൊക്കെ പറയും. ഓക്കെ, ദെൻ ഇംലി, പുളി. വായിച്ചേ, ഖീര, പപ്പീത്ത, ഇംലി. ദീർഘം പറയണം കേട്ടോ. ഖീര, പപ്പീത്ത, ഇംലി എന്ന് നീട്ടി പറയണം, കാരണം നമ്മൾ ഈക്ക് മാത്രമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, മേജ ഒന്ന് റീഡ് ചെയ്ത മോളെ, 3 വാക്കുകൾ റീഡ് ചെയ്യൂ. ഓക്കെ, ഗുഡ്. നവീൻ, പ്ലീസ് റീഡ്. നവീൻ. ജീര, ജീര, പപ്പീത്ത, ഇമലി. ഓക്കെ, ഗുഡ്. ഖീര, പപ്പീത്ത, ഇമലി. ഓക്കെ, ഇനി അടുത്തത്. ഇനി നമ്മള് വേർഡ് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ഖീര. ഖീര എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? ഖ പ്ലസ് ഈക്ക് മാത്ര എവിടെയാണെന്ന് നോക്കുക. എവിടെയാണ്? ഖീല്, ഖായുടെ കൂടെയാണ് ഈക്ക് മാത്ര. സോ എങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു? ഖ പ്ലസ് ഈ പ്ലസ് രാ, ഖീര. ഈ എഴുതാൻ എല്ലാവർക്കും അറിയാലോ, സ്വരാക്ഷരങ്ങൾ ഈ അറിയാലോ. ഓക്കെ, ഈയുടെ നമ്മളുടെ ഈയുടെ മാത്ര എങ്ങനെയാണ് നമ്മൾ എഴുതുക? ദിസ് ഈസ് ദ മാത്ര. ഓക്കെ, ദിസ് ഈസ് ദ സ്വരാക്ഷർ. സ്വരാക്ഷരത്തിലുള്ള മാത്ര ഏതാണ്? മാത്ര നമ്മള് ഈക്ക് മാത്ര ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. ഓക്കെ, സോ ഖീ, ഖീ, ഖ പ്ലസ് ഈ പ്ലസ് രാ, മിൽക്ക് ക്യാ ബനता है? खीरा. देन पपीता, पा प प्लस ई प्लस ता, पपीता, प प्लस ई. देन ഇംലി. ഇംലിയിൽ എവിടെയാണ് ഈക്ക് മാത്ര? ലയുടെ കൂടെയാണ് അല്ലെ? സോ ഇ പ്ലസ് മ പ്ലസ് ल प्लस ई जोड़ के इमली. ओके, അടുത്ത എഴുതിക്കേ വേഗം വേഗം. അടുത്ത നോക്കിക്കേ. दिए गए शब्दों में ई की मात्रा वाले वर्ण पर गोला लगाइए. എല്ലാരും റൗണ്ട് ചെയ്യൂ, സർക്കിൾ ചെയ്യൂ. എവിടെയൊക്കെ ഈക്ക് മാത്ര ഉണ്ട് അത് നിങ്ങൾ സർക്കിൾ ചെയ്യുക.
शील, नीम, जीभ, टपली, शरीर, पनीर, नमकीन, लकड़ी, ഷർമീലി. ലാസ്റ്റ് വേർഡിനകത്ത് രണ്ട് സ്ഥലത്ത് ഈക്ക് മാത്രം വരുന്നുണ്ട്. രണ്ട് വേർഡും സർക്കിൾ ചെയ്തോ? ഷർമീലി ഏതൊക്കെയാണ്? മായിലും ലായിലും രണ്ട് സ്ഥലത്ത് ഈക്ക് മാത്രം വരുന്നുണ്ട്. അപ്പൊ രണ്ടെണ്ണം സർക്കിൾ ചെയ്യുക. ഓക്കെ, കഴിഞ്ഞോ? അടുത്തതിലോട്ട് പോയിക്കോട്ടെ. എല്ലാരും സർക്കിൾ ചെയ്ത് കഴിഞ്ഞോ? യെസ്, നെക്സ്റ്റ്. യെസ്, വേർഡ് സ്പ്ലിറ്റ്. ഓക്കെ, എല്ലാരും ഒന്ന് എഴുതാൻ ശ്രമിച്ചേ. ഫസ്റ്റ് ആണ് അവിടെ കൊടുത്തിട്ടുണ്ട് കലി. കലി എങ്ങനെയാണ്, എവിടെയാണ് ആദ്യം ഈക്കി മാത്ര എന്ന് നോക്കുക. അതിനുശേഷം ആ വേർഡിനെ മാത്രം, ആ അക്ഷരത്തിനെ മാത്രം സ്പ്ലിറ്റ് ചെയ്യുക. കലി ഒരെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. ക പ്ലസ് ല പ്ലസ് ഇ, കലി. അടുത്ത എന്താണ്? ലിച്ചി. ലിച്ചിയിൽ എത്ര ഈക്കി മാത്രമേ ഉണ്ട്? രണ്ട് സ്ഥലത്ത് ഈക്കി മാത്രമേ ഉണ്ട്. അപ്പൊ രണ്ടിനെയും നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ, ല പ്ലസ് ഇ പ്ലസ് ച പ്ലസ് ഈ, ലിച്ചി. സംശയമുള്ളവർ ഇവിടെ നോക്കുക. അക്ഷരങ്ങൾ നോക്കി എഴുതണേ. ടീച്ചർ ഇപ്പൊ ഇവിടെ ഈ പെൻ കൊണ്ട് ഇങ്ങനെ, പെൻസിൽ കൊണ്ട് ഇങ്ങനെ എഴുതുമ്പോ ചിലപ്പോ അക്ഷരങ്ങളൊന്നും ക്ലിയർ ആവില്ല. നിങ്ങൾ അക്ഷരങ്ങൾ നോക്കി കറക്റ്റ് എഴുതണം. യെസ്, അടുത്തത് കഹാനി. കഹാനിയിൽ എത്ര ഈക്കി മാത്രമേ ഉണ്ട്? നിഹാസ്, കഹാനിയിൽ എത്ര ഈക്കി മാത്രമേ ഉണ്ട്? മോനെ പറയൂ. നിഹാസ്, എന്താണ് ബുക്കൊക്കെ ഇപ്പോഴാണ് എടുക്കുന്നത്? അൺമ്യൂട്ട് ചെയ്യൂ. ഏത് അക്ഷരത്തിലാണ്? എഴുതിയോ? എഴുതിക്കേ. എഴുതുന്നുണ്ടായിരുന്നോ? ഇപ്പോഴാണ് ബുക്കൊക്കെ എടുത്തത്. അവിടെ എഴുതുന്നുണ്ടായിരുന്നോ? ഇപ്പൊ ഇത്രയും എഴുതിയതൊക്കെ എഴുതിയോ മോൻ? നിഹാസിന്റെ അടുത്താണ് ടീച്ചർ ചോദിക്കുന്നത്. നിഹാസ്, അൺമ്യൂട്ട് ചെയ്യൂ. മൈക്ക് ഓൺ ചെയ്തേ. ടീച്ചർ സംസാരിച്ചോണ്ടിരിക്കുകയല്ലേ. ഇത്ര നേരം പറഞ്ഞതൊക്കെ എഴുതിയോ മോൻ? എഴുതിക്കേ. കഹാനി എഴുതിക്കേ. അടുത്തത് ആദ്മി. ആദ്മിയിൽ എത്ര ഇതുണ്ട്? ആദ്മി മ മാത്രാണ് ഈക്ക് മാത്രം വരുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? ആ ദ മ പ്ലസ് ഈ, ആദ്മി. സംശയമുള്ളവര് സ്ക്രീനിൽ നോക്കുക കേട്ടോ. മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ.
യെസ്, അടുത്തത് നോക്കിക്കേ. ഇത് എഴുതി കഴിഞ്ഞാൽ അടുത്തത് നോക്കിക്കേ. ഈ की मात्रा लगाकर शब्दों को पूरा कीजिए. എവിടെയൊക്കെ ഈ की मात्रा ഇടണ്ടോ അവിടെയൊക്കെ ഇട്ടിട്ട് വാക്കുകൾ കംപ്ലീറ്റ് ചെയ്യുക. ഇത് എഴുതി കഴിഞ്ഞവർ അടുത്തത് എഴുതുക. ടീച്ചർ കാണിക്കാം. എഴുതി കഴിയാത്തവർക്ക് ടീച്ചർ ഗ്രൂപ്പിൽ ഇട്ടോളാം കേട്ടോ. യെസ്, നെക്സ്റ്റ്. ഈ की मात्रा എവിടേക്കാണ് വരുന്നത്? കംപ്ലീറ്റ് ചെയ്യൂ വേർഡ്. പീല, ചീനി, ചീനി. Then chamkila. Then nashpati. കഴിഞ്ഞല്ലോ? എളുപ്പത്തിലല്ലേ? കഴിഞ്ഞോ എല്ലാരും? ഓക്കെ, അടുത്തത്. യെസ്, നെക്സ്റ്റ്. ചിത്രോं को देखकर शब्दों को पूरा कीजिए. ഫസ്റ്റ് ഏതാണ് പിക്ചർ കൊടുത്തിരിക്കുന്നത്? ഹീര. Then പപ്പീത്ത. ഇമലി. അക്ഷരങ്ങൾ നോക്കി എഴുതണേ കറക്റ്റ് ആട്ടെ. സംശയമുള്ളവര് സ്ക്രീനിൽ നോക്കുക. ഇമലി, ഖീര, പപ്പീത്ത, ഇമലി. ഖീര, പപ്പീത്ത, ഇമലി. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഇംഗ്ലീഷിലുള്ള വാക്കുകളുടെ ഹിന്ദി വാക്കുകൾ എഴുതുക. ഇതെല്ലാരും എഴുതി കഴിഞ്ഞല്ലോ? കഴിഞ്ഞോ? ഇനി എഴുതാൻ ആരെങ്കിലും ബാക്കിയുണ്ടോ? ഓക്കെ, ലാസ്റ്റ് വൺ. ലാസ്റ്റ് വൺ. ഈ की मात्रा. ഓക്കെ, തോ ഇംഗ്ലീഷിലുള്ള വാക്കുകളുടെ ഹിന്ദി വാക്കുകൾ എഴുതുക. അതിനകത്ത് ഈ की मात्रा എവിടെയാന്ന് കണ്ടുപിടിക്കുക. ഓക്കെ. വാട്ടർ. വാട്ടറിന്റെ ഹിന്ദി എന്താണ്? പാനി. ഈ की मात्रा ന. Then വാച്ച്. വാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഘടി. ഘടി. Then fish. ഫിഷിന് എന്താ പറയുന്നത്? മച്ഛലി. And the last one, land. Land matlab dharti. Water, pani. Watch, khadi. Fish, machli. Land, dharti. Ta, tha. ാണ് കേട്ടോ. ധർത്തി ഇങ്ങനെയാണ് എഴുതുക. ഇതാണ് ധ, ധർത്തിയുടെ ധ. അതുപോലെ ഘടിയുടെ അടിയില് ഒരു ബിന്ദു ഉണ്ട്. ഓക്കെ, അത് നോക്കി എഴുതണേ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒന്നുകൂടെ ഇപ്പുറത്തെ സൈഡിൽ എഴുതി കാണിക്കാം. ഘടി, വാച്ച്, ഘ എഴുതിയിട്ട് അടിയില് നമ്മളൊരു ബിന്ദു ഇടും. അപ്പോഴാണ് ഘടി. ഘടി അങ്ങനെയാണ് എഴുതുക. ഓക്കെ, അത് വിട്ടുപോലെ. സോറി, ഘയുടെ അടിയിലല്ല, ഡയുടെ അടിയില് തെറ്റിപ്പോയി. ഡയുടെ അടിയില്, ഡ, ഡ കെ നീച്ചെ ഘടി.
ഇവിടെ വലുതാക്കി എഴുതിയിട്ടുണ്ട്, കാണുന്നുണ്ടോ? खड़ी, खड़ी डा के नीचे. ओके, ഓക്കെ ഫിനിഷ്. യെസ്, സോ ഇതാണ് നമ്മള് ഈക്ക് മാത്ര. എല്ലാരും എഴുതി പഠിക്കണേ. ഈക്ക് മാത്ര, ഈ. അടുത്ത ഏതാണ് സ്വരാക്ഷരം? അടുത്ത ഏതാണ് വരിക? ആ, ആ, ഈ, ഈ. അടുത്ത ഏതാണ് മോളെ ഫൈഹറാന? അടുത്ത ഏതാണ് അക്ഷരം? നെക്സ്റ്റ് സ്വരാക്ഷരത്തില് ഊ ആണ് വരിക. സോ ഊക്കി മാത്ര. മാത്ര എങ്ങനെയാണ്? എഴുതാത്തവര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കണ്ട, ടീച്ചർ ഗ്രൂപ്പിൽ ഇട്ടോളാം, അത് നോക്കി എഴുതി എടുക്കുക കേട്ടോ. യെസ്, ഊ. യെസ് ഗ്രൂപ്പ് എഴുതിയില്ലേ? മിസ് പേജ് നമ്പർ 28ലും 29ലും ഈക്ക് മാത്രന്റെ എക്സസൈസ് ഉണ്ട്. 8ലും 29ലും 26 7. ഓക്കെ ഫൈൻ. ഇവിടം വരെ ഉള്ളത് അല്ലേ? ഓക്കെ ഫൈൻ. അതൊരു കാര്യം ചെയ്യാം, നമുക്ക് ഹോംവർക്ക് ആയിട്ട് എഴുതിക്കൊണ്ട് വരാമോ നിങ്ങള്? നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യിപ്പിക്കാം കേട്ടോ. ഇത് റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ്. ആ 3 മാത്രം നമ്മൾ ഇന്ന് പഠിച്ചു അല്ലേ? ഇതുവരെ എന്തൊക്കെ മാത്രകളാണ് പഠിച്ചത്? ആ, ഈ, ഓക്കെ, 3 മാത്രകൾ നമ്മൾ പഠിച്ചു. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എഴുതാൻ ട്രൈ ചെയ്യൂ കേട്ടോ. തെറ്റിപ്പോയ സാരമില്ല, അടുത്ത ക്ലാസ്സിൽ ടീച്ചർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, തന്നെത്താനെ എഴുതാൻ ശ്രമിക്കാമോ? ഗ്രൂപ്പാത് മോനെ മൈക്ക് ഓഫ് ചെയ്യൂ. ആരുടെയാണ്? ഫൈഹറാനയുടെയാണ് മൈക്കോ. മോളെ മ്യൂട്ട് ചെയ്യൂ. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ടീച്ചർ? ക്വസ്റ്റ്യൻ എന്താന്ന് പറഞ്ഞുതരാം. ആ കി മാത്ര കെ സാത്ത് സമാൻ ലേ വാലെ ശബ്ദ ബനായിയേ. അതായത് ആ മാത്രയുള്ള ഒരേ മാതിരി നമ്മള് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, കാർ, ഹാർ. നമ്മള് ഒരേ മാതിരി അല്ലേ പ്രൊനൗൺസ് ചെയ്യുക. സെക്കൻഡ് വൺ ഒന്ന് ടീച്ചർ ഒരെണ്ണം കൂടെ പറഞ്ഞുതരാം. ആന, ജാന. ഓക്കെ, രണ്ടും നമ്മൾ പറയുമ്പോ ഒരേ മാതിരി അല്ലേ പ്രൊനൗൺസിയേഷൻ ചെയ്യുക. അതേമാതിരിയുള്ള ആൻസേഴ്സ് ആണ് എഴുതാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ എന്നറിയില്ല. ഓക്കെ ഫൈൻ. ടീച്ചർ ഒരു കാര്യം ചെയ്യാം, ടീച്ചർ ഇത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. വേണ്ട, എഴുതണ്ട, നിങ്ങൾ ഹോംവർക്ക് എഴുതണ്ട, ടീച്ചർ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തോളാം. കേട്ടല്ലോ എല്ലാരും? ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ടീച്ചർ ഇത് പറയാം. ഓക്കെ, ഞാനൊന്ന് ഊക്കി മാത്രം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം, കാരണം ഓൾമോസ്റ്റ് സമയം തീർന്നു. ഊ സ്വരാക്ഷരത്തിൽ അടുത്ത ലെറ്റർ ഊ ആണ്. സോ ഊക്കി മാത്ര എങ്ങനെയാണ് നോക്കിക്കേ. നിങ്ങളുടെ ഇവിടെ കാണുന്നുണ്ടോ? സ്ക്രീനിൽ കാണുന്നുണ്ടോ? ദിസ് ഈസ് ഊക്കി മാത്ര. എങ്ങനെയാണ്? ദാ ഇങ്ങനെ ഒരു കുനിപ്പിടുക. ഓക്കെ, എല്ലാരും സ്ക്രീനിൽ നോക്കിക്കേ. എങ്ങനെയാണ് ഊക്കി മാത്ര എഴുതുന്നത്? ആര് സ്ക്രീനിൽ എഴുതല്ലേ? फॉर एग्जाम्पल का व्यंजनाक्षर के नीचे कू. कड़ा like this is कू. കൂ വരുമ്പോ വേറെയാണ്. അപ്പൊ ആ കുനിപ്പിടുന്നതിൽ വ്യത്യാസം. ടീച്ചർ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, സ്ക്രീനിൽ എഴുതരുതെന്ന്. ആരാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്? പാടെ നോക്കിക്കേ. ദിസ് ഈസ് പൂ. ल, लू, छ. This is chu. Okay, so ഊ की മാത്ര. ഊ അടുത്തത് ഊ. അപ്പൊ രണ്ടും തമ്മിൽ പ്രൊനൗൺസിയേഷൻ വ്യത്യാസം ഉണ്ട്. ഊ ദീർഘമില്ലാത്ത. ഓക്കെ, ഊ. ബജി ഡുഗ് ഡുഗി. बजी डुग डुगी. डुग डुगी की सुनकर धुन
ढुमक ढुमक नाची गुनगुन, गुड़िया चुनमुन और सुमन, बहुत खुश हुआ सबका मन. ഒന്നുകൂടെ വായിക്കാം. ബജി ഡുഗു ഡുഗി. ഡുഗു ഡുഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു അങ്കിൾ നിൽക്കുന്നുണ്ടല്ലോ, അങ്കിളുടെ കയ്യിൽ ഒരു സാധനം ഉണ്ട് അല്ലേ, ഇതിനാണ് നമ്മൾ ഡുഗു ഡുഗി എന്ന് പറയും. ഇങ്ങനെ ചെണ്ടയുടെ ഒരു ചെറിയ ഇതിങ്ങനെ ഇങ്ങനെ കിലുക്കുമ്പോ സൗണ്ട് കേൾക്കും. ഓക്കെ, സോ ഇതിനാണ് നമ്മൾ ഡുഗു ഡുഗി എന്ന് പറയുക. സോ ബജി ഡുഗു ഡുഗി, ഡുഗു ഡുഗി की सुनकर धुन, ढुमक ढुमक नाची गुनगुन, गुड़िया चुनमुन और सुमन, बहुत खुश हुआ सबका मन. കിട്ടിയോ? ഒരു പ്രാവശ്യം കൂടെ എല്ലാരും കൈവിരൽ വെച്ച് നോക്കിക്കേ. ബജി ഡുഗു ഡുഗി, ഡുഗു ഡുഗി की सुनकर धुन, ढुमक ढुमक नाची गुनगुन, गुड़िया चुनमुन और सुमन, बहुत खुश हुआ सबका मन. ഓക്കെ, ഇതിന്റെ അർത്ഥം ടീച്ചർ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ടീച്ചർ പറഞ്ഞ മാതിരി എല്ലാവരും എഴുതി പഠിക്കുക മാത്രകള്. ഇനി കുറെ മാത്രകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ബുക്കിൽ ഒരു 10-15 പ്രാവശ്യം ഏതെങ്കിലും വ്യഞ്ജനാക്ഷരത്തിന്റെ കൂടെ ഓരോരോ മാത്രകൾ പഠിക്കുമ്പോൾ എഴുതി എഴുതി പഠിക്കുക. ഇതുവരെ എഴുതാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ 4 മാത്ര നമ്മൾ പഠിച്ചു അല്ലേ? അല്ല സോറി, 3 മാത്ര. ആ ഈ ഈ 3 മാത്ര തറവ് ആവണം. അപ്പൊ എഴുതി എഴുതി നിങ്ങൾ പഠിക്കുക കേട്ടല്ലോ. ഓക്കെ, then താങ്ക് യു, ബൈ, സീ യു.